തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് തൻ്റെ പിതൃനഗരത്തിൽ ശാബത്ത് ദിവസം നടത്തുന്ന പ്രഭാഷണങ്ങളിൽ അത്യധികം വിസ്മയിക്കുന്ന നാട്ടുകാരുടെ ചില മനോഭാവങ്ങളാണ് ഇതിൻ്റെ പ്രമേയം. തച്ചനല്ലയോ എന്ന പരിഹാസ പരാമർശവും അവരുടെ വിശ്വാസക്കുറവും അതുവഴി അവിടെ വീര്യപ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുന്നതും പരാമർശിക്കപ്പെടുന്ന ഒരു വേദഭാഗമാണിത്. കർത്താവിൻ്റെ വാക്കുകളിൽ സ്വയം മറന്ന് വിസ്മയിക്കുന്ന ജനത്തെ കാണാം. എന്നാൽ ആ വിസ്മയം വിനയമായും പിന്നീട് അത് ആഴമായ വിശ്വാസമായും മാറുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിശ്വാസക്കുറവോ അവിശ്വാസമോ ആയി അത് മാറുന്നു. ചോദ്യം ചെയ്യലുകൾക്ക് മുതിരുന്നു. അഹന്തയും ആക്ഷേപവുമൊക്കെ കൂടെ ഉണ്ടാകുന്നു. സ്മയ എന്നതിന് അഹങ്കാരം, ഗർവ് എന്നൊക്കെയാണ് അർത്ഥം. അതില്ലാത്ത അവസ്ഥയാണ് വിസ്മയം. അമ്പേ ഞാൻ എന്ന അഹംഭാവത്തിൽ നിന്ന് നമ്മെ മുക്തരാക്കുന്ന അനുഭൂതിയാണ് വിസ്മയം. ഉള്ളൊഴിഞ്ഞു നിൽക്കേണ്ടുന്ന അവസ്ഥയാണത്. പക്ഷേ ഈ ജനത്തിൽ അത് സംഭവിക്കുന്നില്ല. ഗർവുള്ള മനുഷ്യൻ ജീവിക്കുന്നത് എപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിന്റെ കൂടെയാണ്. അങ്ങനെയാണ് പറയാറ്. എല്ലാത്തിനോടും വിമർശനാത്മകമായ മനോഭാവത്തോടെ മുന്നോട്ട് പോകും. എന്നാൽ ജ്ഞാനിയായ ഒരാൾ ജീവിക്കുന്നത് ഒരു ആശ്ചര്യ ചിഹ്നത്തിന്റെ കൂടെയാണ്. ഞാൻ പോരാത്തവനല്ലേ എന്ന മോശയുടെ ചിന്തയും, ഞാൻ ചെറിയവനല്ലോ എന്ന ഗിദെയോന്റെ ഏറ്റുപറച്ചിലും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന ഇയ്യോബിന്റെ പശ്ചാത്താപവും എല്ലാം ദൈവമുഖ ദർശനത്തിൽ നിന്നുണ്ടായ വിനയത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ്. ഞാൻ മിടുക്കൻ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ എന്നതിൽ നിന്നും ജീവിതത്തിന്റെ നടത്തിപ്പുകളിൽ അതിശയം കൂറി വിനയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാകണം. അവിടെ നിന്ന് അവർ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വൻകാര്യങ്ങൾ ചെയ്യുന്നവരായി മാറണം. എന്നാൽ 10ഓളം തവണ ദൈവപ്രവൃത്തിയുടെ ഭയാനകമായ മഹത്വം കണ്ട് വിസ്മരിച്ചവനാണ് ഫറവോൻ. ഓരോ പ്രാവശ്യവും അവന്റെ ഹൃദയം കഠിനമാക്കുകയാണ്. ഓരോ തവണയും വിസ്മയം വിനയമായി പരിണമിക്കുന്നില്ല. ഹൂ ഈസ് യാഹ്വേ, യഹോവ ആര് എന്ന ഫറവോന്റെ ചോദ്യത്തിൽ ഗർവിന്റെ സകല സീമകളും ലംഘിക്കുന്നു. ഇനിയും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയ നിലവിളിയിലാണ് മിസ്രയീം ദേശത്തിലെ ആ സംഭവങ്ങൾ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അന്തസ്സില്ലാത്ത മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ഒരു ശവം മാത്രമാണ് എന്ന് ഫറവോൻ മറന്നുപോയി. നമ്മുടെ ജീവിതവും അപ്രകാരം ക്രമീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.